നമ്മുടെ ആഗ്രഹിക്കുകയും പ്രാർത്ഥിച്ചതുപോലെ നമ്മുടെ 2 ദിവസത്തെ സുവിശേഷ ക്യാമ്പ് കരിപ്പാട് സമിതി നടത്തുന്നതിനും സംരക്ഷിക്കുന്ന ഇടയാക്കി നമ്മൾ 8 ഗ്രൂപ്പുകളായിട്ടാണ് നാം ഭവന സന്ദർശനത്തിന് പോയത്. അനേക വചനം കേൾക്കാൻ ഇടയായിട്ടുണ്ട്. ചില കോണ്ടാക്ട് ലഭിച്ചിട്ടുണ്ട്. അതിവിടെ സഹോദരന്മാർക്ക് ഞങ്ങൾ ഹാൻഡ് ഓവർ ചെയ്തിട്ടുണ്ട്. അവരെ കാണുകയും അവരെ മാനസാന്തരത്തിലേക്ക് നയിക്കുകയും ചെയ്യണം. നമ്മൾ ഉത്തരവാദിത്വമാണ്. ദൈവം ഞങ്ങളെ സഹായിക്കട്ടെ. ഈ സഭ കാണിച്ച എല്ലാ സ്നേഹത്തിനും എല്ലാ സഹായ സഹകരണങ്ങൾക്കും തൃശ്ശൂരിൻ്റെ പേരിലുള്ള നന്ദി ഞങ്ങൾ അറിയിക്കുകയാണ്. കടന്നു വന്ന എല്ലാ സുവിശേഷന്മാരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അവരില്ലെങ്കിൽ നമ്മുടെ പ്രവർത്തനം അത് പൂർത്തീകരണത്തിലെത്തുകയില്ല. അവരെ സഹകരണത്തിന് ഓർത്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കും അവരോട് നന്ദി അറിയിക്കുകയും ചെയ്യുകയാണ്. അതുപോലെ തന്നെ പ്രിയ സഹോദരിമാരും അവർ ആരംഭം മുതൽ അവസാനം വരെ ഉണ്ടായിരുന്നു. അവരോടുള്ള നന്ദി അറിയിക്കുന്നു. ഞങ്ങൾക്ക് ആ സമയം ഭക്ഷണം മറ്റെല്ലാ കാര്യങ്ങളിലും ക്രമീകരിച്ച സഭയോടുള്ള നന്ദി അറിയിക്കുകയാണ്. കർത്താവിൻ്റെ ഒരു താമസിച്ചാൽ നമുക്ക് വീണ്ടും ഒരുമിച്ച് ദൈവനാമം മാത്രത്തിന് വേണ്ടി പ്രവർത്തിപ്പാൻ സർവശക്തനായ നമ്മെ സഹായിക്കട്ടെ. ഇവിടുത്തെ വിതച്ച വിത്ത് അത് വളരെ ദിവസങ്ങളിൽ പ്രതിഫലം കണ്ട് സന്തോഷിപ്പാൻ ദൈവം നമ്മെ സഹായിക്കും. അനുഗ്രഹിക്കും ചെയ്യുമാറാകട്ടെ. ഇവിടെ ആയിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും നന്ദി പ്രകാശിപ്പിക്കുന്നു. പ്രത്യേക പ്രകാശിക്കുന്ന സഹോദരന്മാരുണ്ട്. അവരുടെ നന്ദി അറിയിക്കുന്നു. മത്സ്യബോധത്തിന്
അതിന് സംസാരിച്ച ദാസന്മാരുണ്ട്, അവരോടുള്ള നന്ദി അറിയിക്കുകയാണ്. ഇപ്പോൾ സഭയെ പ്രതികരിച്ചുകൊണ്ട് സഭയെ അനിവാര്യം പറയുവാനായിട്ട് ജേക്കബ് സഹോദരന് ശേഷം ഫിലിപ്പ് സഹോദരൻ, അതിനുശേഷം ബാബു സഹോദരൻ പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് നമുക്ക് പരസ്പരമായി കടന്നു പോകാം. ദൈവം നമ്മെ സഹായിക്കും. കഴിഞ്ഞ കോവിഡിന് ശേഷം പ്രദേശത്ത് വേണ്ട നിലയിൽ പ്രവർത്തനം സ്ഥലത്ത് നടത്താൻ കഴിഞ്ഞില്ല. വിശേഷ പ്രവർത്തനങ്ങൾ നടത്താനുള്ള ആഗ്രഹം ഞങ്ങൾ സഭയായി ആഗ്രഹിക്കുമെങ്കിലും ഇവിടുത്തെ ആളുകളുടെ കുറവ് നിമിത്തം ആ ഉത്സാഹം ആ നിലയ്ക്ക് എത്തിക്കുവാൻ ഞങ്ങൾ കഴിഞ്ഞില്ല. കാരണം ഞങ്ങളുടെ ഹൃദയത്തിലുണ്ടാകുന്ന വലിയ വാഞ്ചിയായിരുന്നു ഈ പ്രദേശത്തെ ഒരു വരന വിശേഷ പ്രവർത്തനം നടക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പ്രിയ സഹോദരന്മാർ പിടിച്ചത്. കഴിഞ്ഞ് ഫെബ്രുവരി പിടിച്ചു. പക്ഷേ അതിന് ശേഷം പലവിധ കാരണങ്ങളാൽ ഞങ്ങൾക്കത് ഡേറ്റ് നിശ്ചയിച്ച് തരുവാൻ കഴിയാതെ വന്നു. പരീക്ഷ പുറത്തും പോലെ പരീക്ഷാകാലങ്ങളും ഇവിടെ എല്ലാവരും കിട്ടേണ്ട ഒരു ഞങ്ങൾ കുറച്ച് പേരുള്ള അതിൽ ഒരാൾ പോയാൽ അത് വലിയ കുറവാണ്. അതുകൊണ്ട് എല്ലാവർക്കും വരാനും സൗകര്യപ്പെട്ട ഒരു ദിവസം അനുസരിച്ച് ഞങ്ങൾ നിർണയിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിശ്ചയിച്ച ഒരു ദിവസമാണ് ഈ ദിവസം ഇന്നലെയും. ദൈവകൃപയാൽ അനുഗ്രഹമായി നടത്തുവാൻ ദൈവം പരിവനായ ദൈവം സഹായിച്ചു. ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടായി. സർവ്വ നന്ദിയും സ്തോത്രവും ബഹുമാനവും എല്ലാം നമ്മുടെ കർത്താവിന് ഞങ്ങൾ അർപ്പിക്കുകയാണ്. ഇങ്ങനെ അനുഗ്രഹമായ ശുശ്രൂഷ ഈ പ്രദേശത്ത് നടത്തുവാൻ ദൈവം സഹായിച്ചു. അതിൻ്റെ ബാക്കിയൊക്കെ ഞാൻ കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ ആളുകളൊക്കെ അവിടെ വന്നിട്ടുണ്ടെന്ന് പലരും പറഞ്ഞിട്ടുണ്ട്. ദേശത്തിന് അതൊരു ഉണർവുണ്ടാകുവാൻ ഇടയാക്കിയിരട്ടെ എന്നായിരുന്നു ഞങ്ങളുടെ പ്രാർത്ഥന. ദേശം ഉണരണം, സഭ ഉണരണം, എളിയവരൊക്കെ ഞങ്ങളവർക്ക് ആത്മീയമായ ഉണർവുള്ളവരായി തീരണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞങ്ങൾ പ്രാർത്ഥിച്ച ആ നിലയിൽ ഈ ശുശ്രൂഷയെ പാരമ്പര്യമായി നടത്തുവാൻ ദൈവം സഹായിച്ചു. സ്തോത്രം. ഞങ്ങൾക്ക് സാധ്യമല്ലാത്തൊരു കാര്യമാണ് വൈകിട്ടിൻ്റെ പ്രിയ സഹോദര ദൈവത്തിൻ്റെമായ നിങ്ങൾ കടന്നു വന്ന് ഞങ്ങളെ സഹായിച്ചത്. നിങ്ങൾക്ക് ആ വലിയ ആ മനസ്സും താല്പര്യം കാണിച്ച പ്രവർത്തനത്തിൽ കാണിച്ച ആ ശുഷ്കാന്തി ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നതോടൊപ്പം ഇതിൻ്റെ എല്ലാ പ്രസിഡന്റ്, സെക്രട്ടറി അങ്ങനെയുള്ള ഭാരവാഹികളോടും കടന്നു വന്ന എല്ലാ സഹോദരന്മാരോടുമുള്ള നന്ദി കരിക്കാട് സഭയുടെ പേരിൽ ഞാൻ അറിയിക്കുകയാണ്. മാത്രമല്ല ഈ ശുശ്രൂഷയ്ക്ക് 2 ദിവസം ബൈബിൾ ക്ലാസ് എടുത്ത പ്രിയ കർമ്മദാസന്മാർ, ഒന്ന് നമ്മുടെ സൈമം സഹോദരൻ, ഇന്ന് സംസാരിച്ച പ്രിയ ജോൺ സാറിനോടുള്ള ഞങ്ങളുടെ നന്ദി സ്നേഹം അറിയിക്കുന്നു. അതുപോലെ പരസ്യങ്ങളിൽ വന്ന് സംസാരിച്ചു അനുഗ്രഹമായ സന്ദേശങ്ങളാണ് അവിടെ അറിയിച്ചത്. എത്ര പേരത് ശ്രദ്ധിച്ചു എന്ന് അറിയില്ല. അവരുടെ ആത്മാർത്ഥമായ നിറവിൽ നിന്നുകൊണ്ട് അവിടെ എല്ലാം ദൈവനെ സംസാരിച്ചു. ആ സംസാരിച്ച ദാസന്മാരോട് നന്ദി പറഞ്ഞ് ഇനിയും 2 സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ പോകുന്നുണ്ട്. അവിടെയും അങ്ങനെയുള്ള സന്ദേശങ്ങൾ നൽകുവാൻ ദൈവം സഹായിക്കട്ടെ. ആ സഹോദരന്മാരോടും സഭയ്ക്കുള്ള നന്ദി സ്നേഹം അറിയിക്കുകയാണ്. ഞങ്ങളുടെ സഭയിലുള്ള എല്ലാ സഹോദരന്മാരും ഞങ്ങൾ ഒത്തൊരുമിച്ച് കാര്യത്തിലുണ്ടായിരുന്നു. എല്ലാവർക്കും അങ്ങനെ വരുവാൻ സഹായിക്കും. ഞാൻ പേര് വരാൻ പറയുന്നില്ല. ജയിക്കട്ട് വളരെ അധ്വാനിച്ചു. ദൈവം കൂടുതലായി അനുഗ്രഹിക്കട്ടെ. സഭ വരുവാൻ ഞങ്ങൾ ആത്മീയമായ വർധന പ്രാപിച്ച് ദേശത്ത് ഇനിയും ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ നിങ്ങളുടെ സഹകരണം ഞങ്ങൾ ആവശ്യപ്പെടും. ആ സമയത്ത് നിങ്ങൾ വന്ന് സഹകരിക്കണമെന്ന് വീണ്ടും അപേക്ഷിച്ച് നിങ്ങളോട് എല്ലാമുള്ള നന്ദി, സ്നേഹം, ആ കടപ്പാടെല്ലാം അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവത്തിൻ്റെ വിജയനാമം വാഴ്ത്തപ്പെടുന്നതാകട്ടെ. പരിശുദ്ധനും നിത്യനുമായ സ്വർഗീയ പിതാവ് ദൈവമേ, അനുഗ്രഹിക്കപ്പെട്ട ഈ ദിവസത്തിന്റെ ഉച്ചത്തിന്റെ സമയത്തിനായിട്ട് നന്ദിയോടെ ഞങ്ങൾ സ്തുതിക്കുന്നു. കർത്താവെ, ഈ ഭൂമിയിൽ ഞങ്ങളായിരിക്കുമ്പോൾ ദൈവത്തിൽ വായിക്കുന്നത് പോലെ ഇത് സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്നത് എത്ര ശുഭം, എത്ര മനോഹരമെന്ന് വായിക്കുന്നു. ആ നിലയിൽ നിന്ന് കർത്താവെ, വിവിധ സഭകളിൽ നിന്ന് കർത്താവ് മക്കൾ കടന്നു വരുവാനും എളിയവരായ അടിയങ്ങൾ ആരാധിക്കുന്ന ഈ സഭയിൽ ഇതിലേക്ക് ഒന്നിച്ച് ദൈവത്തെ മുഖത്തപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവിക കൂട്ടായ്മ അനുഭവിക്കാൻ തക്കവണ്ണം അവിടുന്ന് സഹായിച്ച എല്ലാ പ്രഭുക്കൾക്കായിട്ട് ഒന്നുകൂടെ സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, കഴിഞ്ഞ ചില മാസങ്ങളോളമായിട്ട് കർത്താവെ നിങ്ങൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു വന്ന ഒരു കാര്യമായിരുന്നു വൈമേഫിന്റെ 2 ദിവസത്തെ പ്രവർത്തനം എന്നുള്ളത്. നിങ്ങൾ ആഗ്രഹിക്കുന്നതിന് എല്ലാവർക്കുമുള്ള വചനം ഞങ്ങളോട് കൂടെയുണ്ട്. ആ നിലയിൽ കർത്താവെ, സഭയായിട്ടും വ്യക്തികളായിട്ടും കുടുംബങ്ങളായിട്ടും നിങ്ങൾ അഭിഷേകത്തോട് പ്രാർത്ഥിച്ചു. ഞങ്ങളുടെ പ്രാർത്ഥന അവിടുന്ന് കേട്ടു. സമയത്ത് കർത്താവെ ആ ദിവസങ്ങൾ തീരുമാനിക്കുവാനും ഇന്നലെയും ഇന്നുമായിട്ട് കർത്താവെ ആ പ്രവർത്തനങ്ങൾ ഏറ്റവും അനുകരിക്കപ്പെട്ട നിലയിൽ നടത്തുവാൻ തക്കവണ്ണം അവിടുന്ന് സഹായിച്ച അവിടുത്തെ വലിയ പരിപാലനത്തിന് കൃപയ്ക്കുമായിട്ട് നന്ദിയോടെ ഞങ്ങളെ സ്തുതിക്കുന്നു. കർത്താവെ, വിശേഷ കർത്താവെ, വൈഎംഎഫിന്റെ തൃശ്ശൂർ യൂണിറ്റിന്റെ ആ ചുമതലയാണ് കർത്താവെ ഇത് ചെയ്യുവാൻ തക്കവണ്ണം അവിടുന്ന് മുഖാന്തരങ്ങളെ ഒരുക്കി തന്നത്. കർത്താവെ, ഇന്നലെയും ഇന്നുമായിട്ട് കർത്താവ് മക്കൾ തൃശ്ശൂരിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് യാത്ര ചെയ്ത് മറ്റ് യാതൊരുവിധമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കൂടാതെ ഇവിടെ കടന്നു വന്ന് കർത്താവെ ആ പ്രവർത്തനങ്ങൾക്ക് ചുമൽ വഹിക്കുവാൻ തക്കവണ്ണം
അവിടുത്തെ മക്കളെ അവർ സഹായിച്ചത് ഓർത്ത് നന്ദിയോടെ ഞങ്ങളെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കാലാവസ്ഥ ഞങ്ങൾക്ക് പ്രതികൂലമായിരുന്നു. എന്നാൽ പ്രതികൂലമായ സാഹചര്യങ്ങളിലും അവിടെ നിങ്ങൾക്ക് അനുകൂലമായിരുന്നു. കർത്താവേ, നിങ്ങൾക്ക് യാതൊരു വിധമായ ആ ശരീരമായിട്ട് പൊഴിച്ചിലൂടെ ശരീരത്തിന് ക്ഷീണങ്ങളൊന്നും വരാതെ വണ്ണം ആത്മീയമായിട്ടുള്ള ശക്തി പ്രാപിച്ചുകൊണ്ട് തന്നെ കർത്താവെ ഇന്നലെയും ഇന്നുമായിട്ട് അനേക ഭവനങ്ങളിലേക്ക് 8 ടീമുകളായിട്ട് കടന്നു പോകുവാനും അനേകരോട് കർത്താവെ സുവിശേഷം അറിയിക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു ഓർമ്മയോടെ സ്തോത്രം ചെയ്യുന്നു. അനേകർ കർത്താവിനെ പറ്റി സുവിശേഷിച്ചപ്പോൾ അത് വളരെ ശ്രദ്ധയോടുകൂടി കർത്താവെ കേൾക്കുവാൻ തക്കവണ്ണം ഇടയായി തീർന്നിട്ടുണ്ട്. കർത്താവെ ചില കോൺടാക്റ്റുകൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട് കർത്താവെ. എന്നാൽ കർത്താവെ അവർ അറിഞ്ഞിരിക്കുന്ന സത്യസുവിശേഷം അവരുടെ ഹൃദയത്തിൽ നിന്ന് ഒരു കാരണവശാലും മാറ്റി പോകുവാൻ നിലയിൽ കൂടി കർത്താവിന്റെ ആ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരുടെ ഹൃദയങ്ങളോട് ഇടപെടണമെന്ന് ഞങ്ങൾ അവിടുത്തെ പ്രാർത്ഥിക്കുന്നു. വരുന്നാളുകളിൽ കർത്താവെ അവർ നിങ്ങൾക്ക് തരുന്ന കൃപയ്ക്ക് അനുസരിച്ചുകൊണ്ട് ചില വ്യക്തികളെ കർത്താവെ ചെന്ന് കാണുവാനും ഫോണിൽ കൂടെ കോൺടാക്ട് ചെയ്ത് കർത്താവെ അവരെ ആത്മീയമായ അന്തരീക്ഷത്തിലേക്ക് നടത്തുവാൻ തക്കവണ്ണം അവിടെ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ അവിടുത്തെ പ്രാർത്ഥിക്കുന്നു. ആ നിലയിൽ നിന്ന് പകൽക്കാലവും ഞങ്ങളോട് കാണിച്ച വലിയ കഥയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ഈ ദിവസങ്ങളിൽ കർത്താവ് വിഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ മക്കളിലൂടെ കർത്താവ് അവർ സംസാരിച്ചത് ഓർമ്മയോടെ സ്തോത്രം. ആ നിലയിൽ കർത്താവ് ഞങ്ങളുടെ സഭാ ജീവിതത്തിലും ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിലും ഞങ്ങൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ള കാര്യങ്ങൾ ഞങ്ങൾ കേട്ടു. അതിലെ കർത്താവിന്റെ വരവിനായിട്ട് കർത്താവെ ഞങ്ങൾ വളരെ വിശുദ്ധിയെ തികച്ചുകൊണ്ട് കർത്താവിനായിട്ട് ഒരുങ്ങിയിരിക്കാൻ തക്കവണ്ണം അവർ ഞങ്ങളെ സഹായിക്കണമെന്ന് ഞങ്ങൾ അവിടത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇപ്പോൾ കർത്താവെ ഞങ്ങൾ പരസ്യയോഗത്തിനായിട്ട് കടന്നു പോകാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു കർത്താവെ. 2 സ്ഥലങ്ങളിലേക്ക് പരസ്യയോഗത്തിനായിട്ട് കടന്നു പോകുന്നു. ആ 2 സ്ഥലങ്ങളിൽ കർത്താവെ വചനം സംസാരിക്കുവാൻ തക്കവണ്ണം കർത്താവെ അവിടുത്തെ ദാസന്മാർ അവിടെ ഒരുക്കിയിട്ടുണ്ടല്ലോ. അതിനോട് സ്തോത്രം. വചനം സംസാരിക്കുമ്പോൾ ആവശ്യമുള്ള ആ വചനം തന്റെ മക്കൾക്ക് നൽകി കർത്താവെ മൈക്കിന്റെ പരിധിയിൽ കർത്താവ് അനേകരെ ഈ വചനം ശ്രമിക്കുമ്പോൾ കർത്താവെ അത് ഏറ്റവും അനുഗ്രഹത്തിനും ചില ആത്മാക്കളുടെ രക്ഷിക്കാത്മമായി തീരുവാനും ഇന്നത്തെ പരസ്യയോഗ മുഖാന്തരം കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പലവിധമായ പൈശാചിക പോരാട്ടങ്ങൾ പ്രതിസന്ധികൾ നിങ്ങൾക്ക് നേരെ വരാം. എന്നാൽ കർത്താവ് എല്ലാത്തിനും വിടുതൽ നൽകി കർത്താവെ ഞങ്ങളവിടെ സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്യുമാറാകണമെന്ന് ഞങ്ങൾ അവിടത്തോട് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അത് കഴിഞ്ഞ് കർത്താവിന്റെ മക്കൾ ഈ ശുശ്രൂഷകൾ കഴിഞ്ഞ് ഭവനങ്ങളിലേക്ക് വാഹനമായിട്ട് കടന്നു പോകേണ്ടത് ആവശ്യമുണ്ട് കർത്താവെ. അവിടുന്ന് കൂടെയുണ്ടായിരിക്കണം. യാത്ര ചെയ്യുന്ന വാഹനങ്ങൾ, എതിരെ വരുന്ന വാഹനങ്ങൾ എല്ലാം കർത്താവെ അവിടുത്തെ പരിപാലനത്തിന് കീഴെ അവിടുത്തെ സൂക്ഷിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. യാതൊരു വിധമായ അർത്ഥങ്ങളും ബുദ്ധിമുട്ടുകളും കൂടാതെ ക്ഷേമമായിട്ട് അവരവരുടെ ഭവനങ്ങളിലേക്ക് ക്ഷേമമായിട്ട് എത്തിച്ചേർന്നു എന്ന് കേൾക്കുക നിങ്ങൾക്ക് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും സന്തോഷിക്കുവാനും കർത്താവ് നിങ്ങളെ അവിടെ സഹായിക്കണമെന്ന് ഞങ്ങൾ അവിടത്തോട് പ്രാർത്ഥിക്കുന്നു. ഇത്രത്തോളം യഹോവ സഹായിച്ചു എന്നല്ലാതെ ഞങ്ങൾക്ക് മറ്റൊന്നും പറയാനായിട്ടില്ല. ഞങ്ങളുടെ കഴിവൊന്നും കർത്താവിന് കാരണമല്ല, ഞങ്ങളുടെ പ്രാപ്തികളോ ഞങ്ങളുടെ ശക്തി ഒന്നും അതിന് കാരണമല്ല. കർത്താവെ അവിടുന്ന് ഞങ്ങളെ സഹായിക്കുന്നു. അവിടുത്തെ ശക്തി ഞങ്ങളിലൂടെ വ്യാപരിക്കുന്നു. ആ ശക്തിയാ കർത്താവ് ഞങ്ങളെല്ലാം ചെയ്യുന്നു. അതോടൊപ്പം നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവെ. ആ നേരിൽ കർത്താവെ ഈ വർഷത്തിലും ഇങ്ങനെ 2 ദിവസത്തെ പ്രവർത്തനങ്ങൾ ചെയ്യുവാൻ തക്കവണ്ണം സർവ്വത്തിലെ ദൈവം സാധിച്ചു. ഇതേ കർത്താവ് വരുവാൻ താമസിക്കുന്നുവെങ്കിൽ അവിടെ നിങ്ങൾക്ക് ആയുസ്സും ആരോഗ്യം തരുന്നുവെങ്കിൽ തുടർന്നുള്ള നാളുകളിലും ആത്മീയമായിട്ടുള്ള ശുശ്രൂഷകൾ കർത്താവ് ചെയ്യുവാനും കർത്താവെ ആ നിലയിൽ സന്തോഷം അനുഭവിക്കുവാനും സഭയായിട്ട് ഓരോരുത്തരെയും അവിടുന്ന് ബലപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുമാറാക്കണമെന്ന് ഞങ്ങൾ അവിടുത്തെ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇപ്പോൾ ഞങ്ങൾ പരസ്യയോഗത്തിനായിട്ട് കടന്നു പോവുകയാണ്. ഞങ്ങളുടെ വഴിയാത്രയിൽ കർത്താവിന്റെ സാന്നിധ്യം കൂടെ ഉണ്ടായിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. മഹത്വമില്ലാത്തൊരു പ്രാർത്ഥനകൾ അർപ്പിക്കുന്നു. അടികളുടെ പ്രാർത്ഥന കേട്ടിരിക്കുക സ്തോത്രം. കർത്താവ് നിങ്ങൾക്കായി ജീവൻ വെച്ച ക്രിസ്തുയേശുവിന്റെ വിലയേറിയ നാമത്തിൽ തന്നെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മ സംസർഗവും ഈ 2 ദിവസം കർത്താവെ നടന്ന പ്രവർത്തനത്തിന്മേലും ഞങ്ങൾ അനേകരോട് സുവിശേഷം അറിയിച്ചപ്പോൾ കേട്ട പ്രിയപ്പെട്ടവരുടെ മേലും വചനം ശുശ്രൂഷ തന്നെ ദൈവത്തിന്റെ മക്കളോട് കൂടെയും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകട്ടെ. ദൈവത്തിന്റെ Yes,
എന്തുകൊണ്ടാണ് അതിക്രമങ്ങൾ പെരുകുന്നത്? ആരാണ് അതിക്രമങ്ങൾക്ക് മുമ്പിൽ? ഇതൊക്കെ ചെറുപ്പക്കാരാണ്. എന്തുകൊണ്ട്? അവരുടെ ജീവിതത്തിലെ മാറ്റം എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ അവരുപയോഗിക്കപ്പെടുന്ന അവരുടെ കൂട്ടുകെട്ടുകൾ, അവരുടെ മദ്യപാനം, അവരുടെ മയക്കുമരുന്ന് ശീലങ്ങൾ. ഇന്ന് ഇത് എത്രയോ ലക്ഷക്കണക്കിന് മയക്കുമരുന്നുകൾ നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കുന്നു. എത്രയോ കുടുംബങ്ങൾ തകരുന്നു, എത്രയോ ജീവിതങ്ങൾ തകരുന്നു. എന്റെ പ്രിയപ്പെട്ടവർ, എത്രയോ അതിക്രമങ്ങൾ പെരുകുന്നു. ഇത് കിട്ടാതെ വരുമ്പോൾ എത്രയോ കൊലപാതകങ്ങൾ. എന്തുകൊണ്ടാണ് പീഡനങ്ങൾ നമ്മുടെ നാട്ടിൽ പെരുകുന്നത്? എന്തുകൊണ്ടാണ് കൊലപാതകങ്ങൾ നമ്മുടെ നാട്ടിൽ പെരുകുന്നത്? എന്റെ പ്രിയപ്പെട്ടവരെ, ഒരേ ഒരു കാര്യം, മനുഷ്യന്റെ പാപം വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഈ പാപത്തിന് എന്താണ് പരിഹാരം എന്നും കൂടെ പറഞ്ഞ് ഞങ്ങൾ ഈ സന്ദേശം കൂടെ അവസാനിപ്പിക്കുന്നതായിരിക്കും. ഒരു വ്യത്യാസവുമില്ല. ബൈബിൾ ഓർമ്മിപ്പിക്കുന്നത് എല്ലാ മനുഷ്യരും പാപികളാണ്. എല്ലാ മനുഷ്യരും പാപികളാണ്. പാപമില്ലാത്തവരാരുമില്ല. ഒരു ശിശുവിനെ എടുത്തു നോക്കുക. നമ്മൾ ആരും പാപം ചെയ്യുവാൻ, നുണ പറയുവാൻ, വഴക്കുണ്ടാക്കാൻ, വാശി പിടിക്കാൻ അവരെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അവർ ജന്മനാൽ അവരുടെ ഉള്ളിൽ അവരുടെ പാപ സ്വഭാവത്തെ അവർ പ്രകടിപ്പിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. ശരിയല്ലേ? അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, എല്ലാ മനുഷ്യരും പാപികളാണ് എന്ന് വളരെ വ്യക്തമായി വിശുദ്ധ ബൈബിൾ ഓർമ്മിപ്പിക്കുന്നു. ഈ പാപികളായതുകൊണ്ട് ഇത് മനുഷ്യ ജീവിതത്തിൽ സ്വസ്ഥത നഷ്ടപ്പെടുന്നു, സമാധാനം നഷ്ടപ്പെടുന്നു, സന്തോഷം നഷ്ടപ്പെടുന്നു, ആരോഗ്യ വിശ്വാസം നഷ്ടപ്പെടുന്നു. എല്ലാം തകിടം മറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ജീവിത സാഹചര്യങ്ങൾ. ഈ പാപത്തിന്റെ പരിണിത ഫലം വളരെ വലുതാണ്. ഞാൻ ആദ്യം ഓർപ്പിച്ചു, മനുഷ്യൻ മരിച്ചാൽ വീണ്ടും ജീവിക്കുമോ? മരണാനന്തര ജീവിതമുണ്ടോ? ഈ ലോക ജീവിതം മരണം വരെയുണ്ട്. മരണത്തിനപ്പുറം എന്താണ്? എന്റെ പ്രിയപ്പെട്ടവരെ, വളരെ സ്നേഹത്തോടെ ഞങ്ങൾ ഓർപ്പിക്കട്ടെ, പാപിയായ മനുഷ്യവർഗത്തിന് ദൈവം അതിന്റെ പാപത്തിന് തക്ക ശിക്ഷ കൊടുത്തിരിക്കുന്നത് മരണം എന്നാണ് ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിശുദ്ധ പൗലോസ്ലീഹ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്, പാപത്തിന്റെ ശമ്പളം മരണമെന്ന്. ഇത് ബൈബിൾ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതാണ്. ഈ മരണം എന്ന് പറയുന്നത് വളരെ ഗൗരവമായി ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അത് നിത്യ നരകത്തെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്, നിത്യശിക്ഷാവിധിയെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അതൊന്നും വിശദീകരിക്കുവാനായിട്ട് സാധിക്കുന്നില്ലെങ്കിലും വിശുദ്ധ ബൈബിളിൽ വെളിപ്പാട് പുസ്തകത്തിൽ അന്ത്യന്യായവിധിയെ സംബന്ധിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു അധ്യായമുണ്ട്, 20-ാം അധ്യായം. ആ അധ്യായത്തിൽ അന്ത്യന്യായവിധിയെ സംബന്ധിച്ച് ന്യായാധിപൻ സിംഹാസനത്തിൽ, ദൈവനായ യേശുക്രിസ്തു വെള്ള സിംഹാസനത്തിൽ ഇരുന്ന
സകല മനുഷ്യവർഗത്തെയും ആരംഭം മുതൽ അവസാനം വരെയുള്ള സകല മനുഷ്യവർഗത്തെയും ഒരുമിച്ച് കൂട്ടി ന്യായം വിധിക്കുന്ന ഒരു ചരിത്രം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. മരിച്ചവർ ആബാലവൃത്തം, ബാലന്മാരും വൃത്തന്മാരും ഒഴികെ എല്ലാ ആളുകളും ആ സിംഹാസനത്തിന്റെ മുമ്പിൽ നിൽക്കേണ്ടതാണ്. അവിടെ ന്യായവിധി പുസ്തകങ്ങൾ തുറക്കപ്പെടുത്തും. പുസ്തകങ്ങളിൽ എഴുതിയിരിക്കുന്നത് അനുസരിച്ച് അവരവരുടെ പ്രവൃത്തികൾക്കനുസരിച്ച് വിധിയുണ്ടായി എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. അവിടെ മറ്റൊരു പുസ്തകങ്ങളെ കൂടെ തുറക്കുന്നുണ്ട്. ജീവപുസ്തകം എന്നാണ് അതിന്റെ പേര്. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവരെയും നിത്യ തീപ്പൊയ്കയിൽ തള്ളിയിടും. ഈ തീപ്പൊയ്ക രണ്ടാം മരണം എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. പ്രിയ സ്നേഹിതരെ, വളരെ ഗൗരവത്തോടെ ഓർമ്മിപ്പിക്കണമേ, ഈ ലോകത്തിൽ മനുഷ്യൻ പാപത്തിൽ ജനിച്ച്, പാപത്തിൽ ജീവിച്ച്, പാപത്തിൽ മരിച്ച് അവിടെ അവസാനിക്കുകയല്ല ചെയ്യുന്നത്. അവനൊരു നിത്യതയുണ്ട്, അവനൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ട്, അവനൊരു ന്യായവിധിയുണ്ട്. ഇത് ബൈബിൾ വളരെ വ്യക്തമായി ഓർമ്മിപ്പിക്കുന്നു. അന്ന് ന്യായവിധി സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുമ്പോൾ ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതിയിട്ടില്ലാത്ത ഏവനെയും നിത്യമായ തീപ്പൊയ്കയിൽ, അഗ്നി തടാകത്തിൽ, അല്ലെങ്കിൽ വെന്തുരുകുന്ന തീ നരകത്തിൽ തള്ളിയിടും. ഈ തീപ്പൊയ്കയാണ്, ഈ അഗ്നി തടാകത്തിനാണ് നിത്യ മരണം എന്ന് പറയുന്ന രണ്ടാം മരണം, പാപത്തിന്റെ ശിക്ഷയായ നിത്യ മരണം എന്ന് പറയുന്നത്. ഈ കവലയിൽ വന്ന് ഞങ്ങൾ ഇത് വിളിച്ചു പറയുന്നത്, ബഹുമാന്യ സ്നേഹിതരെ, ഇന്ന് മനുഷ്യൻ പാപിയാണ്, പാപത്തിന്റെ ശിക്ഷ മരണമാണ് എങ്കിൽ ഈ മരണത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ സാധിക്കുമോ? ഈ നരകത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കുവാൻ സാധിക്കുമോ? എന്റെ പ്രിയപ്പെട്ടവരെ, സാധിക്കും എന്നുള്ളതാണ് ഈ വിശുദ്ധ ബൈബിൾ പ്രഖ്യാപിക്കുന്ന ഏറ്റവും അനുഗ്രഹീതമായ കാര്യം. പാപിയായ മനുഷ്യനാണെങ്കിൽ അവനൊരു വീണ്ടെടുപ്പുകാരനുണ്ട്, അവനൊരു രക്ഷിതാവുണ്ട്. ആ രക്ഷിതാവാണ് കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തു എങ്ങനെയാണ് മനുഷ്യനെ രക്ഷിക്കുന്നത്? പാപിയായ മനുഷ്യൻ അവൻ നരകവിധിക്ക് അർഹനാണ്, അവൻ ശിക്ഷായോഗ്യനാണെങ്കിൽ പാപിയായ മനുഷ്യൻ അനുഭവിക്കേണ്ട ആ പാപത്തിന്റെ ശിക്ഷ ലോകരക്ഷിതാവായ സകല മനുഷ്യവർഗത്തിന്റെയും പാപത്തിന്റെ പരിഹാരകനായ കർത്താവായ യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്ന് ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ് ഞങ്ങൾ പ്രഖ്യാപിക്കുന്ന ഏറ്റവും അനുഗ്രഹീതമായ സന്ദേശം. അതാണ് ഞാൻ ഓർമ്മിപ്പിച്ചത്. സുവിശേഷം എന്ന് പറയുന്നത് ദാവീദിന്റെ സന്തതിയായി ജനിച്ച് മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിനെ ഓർത്തുകൊള്ളുക. എന്റെ പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് ജനിച്ചത് പാപികളെ രക്ഷിക്കുന്നതിനു വേണ്ടിയാണ്. യേശുവിന്റെ ജനനം പരിശോധിക്കുക. ജനനത്തിങ്കൽ കന്യകയായ വിവാഹം നിശ്ചയിച്ചിരുന്ന ജോസഫിനോടും മറിയത്തോടും ദൂതന്മാർ നൽകുന്ന ഒരു സന്ദേശമുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിൽ, ലൂക്കോസിന്റെ സുവിശേഷത്തിലും അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. കന്യക ഗർഭം ധരിച്ചു ഒരു മകനെ പ്രസവിക്കും, ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള ഇമ്മാനുവേൽ എന്ന് പേർ വിളിക്കപ്പെടും. തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്നും രക്ഷിക്കാൻ ഇരിപ്പുകൊണ്ട് അവർ യേശു എന്ന് പേരിടണം. യേശു എന്നുള്ള വാക്കിന്റെ അർത്ഥം രക്ഷകൻ എന്നുള്ളതാണ്. ആ പേരിൽ തന്നെ അതിന്റെ അർത്ഥം വ്യക്തമല്ലേ? യേശു എന്ന് പറഞ്ഞാൽ രക്ഷകൻ എന്നുള്ളതാണ്. എന്തെന്നുള്ള രക്ഷകനാണ്? പാപത്തിൽ നിന്നും മനുഷ്യരെ രക്ഷിക്കുന്ന രക്ഷകൻ. എന്റെ പ്രിയപ്പെട്ടവരെ, പാപനിമിത്തം നിങ്ങൾ മരിക്കേണ്ടി വരികയില്ല, പാപനിമിത്തം നിങ്ങൾ ശിക്ഷ അനുഭവിക്കേണ്ടി വരികയില്ല, പാപനിമിത്തം നിങ്ങൾ ന്യായവിധി അകപ്പെടേണ്ടി വരികയില്ല. അതിനൊരു പരിഹാരകനുണ്ട്, കർത്താവായ യേശുക്രിസ്തു. യേശുക്രിസ്തു ഈ ലോകത്തിൽ ജനിച്ചത് യാദൃച്ഛികമായി ജനിച്ചതല്ല. മനുഷ്യൻ പാപം ചെയ്ത അന്നു മുതൽ ദൈവം മനുഷ്യനെ സ്നേഹിക്കുകയും മനുഷ്യനൊരു രക്ഷകനെ വാഗ്ദത്തം ചെയ്യുകയും ചെയ്തു. അതാണ് കർത്താവായ യേശുക്രിസ്തു. ബൈബിളിലെ ആദ്യത്തെ പുസ്തകമായ ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൽ മനുഷ്യൻ പാപം ചെയ്തതു മുതൽ സ്ത്രീയുടെ സന്തതിയായ യേശുക്രിസ്തുവിനെ കുറിച്ച് അവിടെ പ്രവചിച്ച് പറഞ്ഞിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അതുപോലെ പ്രവാചകന്മാരുടെ പുസ്തകങ്ങളിലെല്ലാം യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രവചിച്ചിരിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. യഹൂദിലെ ബത്ലഹേമിൽ യേശു ജനിക്കും, കന്യകയിൽ നിന്ന് യേശുക്രിസ്തു ജനിക്കും. അനുമതിയായ എണ്ണി തീർക്കുവാൻ കഴിയാത്ത അടയാളങ്ങളും അത്ഭുതങ്ങളും യേശു ചെയ്തിട്ടുണ്ട്, യേശു ഉപദേശിച്ചിട്ടുണ്ട്. എന്നാൽ 33 വയസ്സ് ഈ ഭൂമിയിൽ ജീവിച്ചു. അതിനുശേഷം യേശുക്രിസ്തുവിന്റെ മരണത്തെ സംബന്ധിച്ചും ബൈബിൾ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നു. കാൽവരിയിലെ ക്രൂശിൽ
റോമൻ പടയാളികളുടെ നേതൃത്വത്തിൽ പീലാത്തോസ് യേശുവിനെ വിസ്തരിച്ച് ക്രൂശിക്കാൻ ഏൽപ്പിച്ച ചരിത്രം നമുക്കറിയാം. യേശുവിനെ ഹെരോദാവും പീലാത്തോസും സന്നിധി സംഘങ്ങളും മഹാപുരോഹിത സംഘം എല്ലാം ചേർന്ന് വിസ്തരിക്കുകയും അവനെ ക്രൂശിക്കുക ക്രൂശിക്കുക എന്ന് ജനം അനുവിളിച്ച് അത് കാരണമായി ഒരു കുറ്റവും ചെയ്യാത്ത നീതിമാനായ ദൈവഭക്തനായ കർത്താവായ യേശു ക്രിസ്തു ക്രൂശമല ചുമന്നുകൊണ്ട് കാൽവരിയിലെ ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ടു. എന്നാൽ ഒരു അത്ഭുതം, യേശു ക്രിസ്തു മരണത്തെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റു. അത് ചില ദിവസങ്ങൾക്ക് മുമ്പ് ഈസ്റ്റർ ആഘോഷിക്കുകയുണ്ടായല്ലോ ലോകം മുഴുവൻ. എന്താണ് ഇതിന്റെ അർത്ഥം? യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്ന് ക്രൂശിൽ മരിച്ച് അടക്കപ്പെട്ടു ഉയർത്തെഴുന്നേറ്റു എന്നുള്ളതാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, എന്തിനു വേണ്ടിയാണ് യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്ന് മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റത്? ലോകത്തിൽ എത്രയോ മഹാത്മാക്കൾ ജനിച്ചിട്ടുണ്ട്, മരിച്ചിട്ടുണ്ട്. അവരാരും ഇതുവരെ ഉയർത്തെഴുന്നേറ്റിട്ടില്ല. അവരുടെ എല്ലാ കല്ലറകളെ ഇന്നും അലങ്കരിച്ചു വെച്ചിട്ടുണ്ട്. എന്നാൽ യേശുവിന്റെ കല്ലറയ്ക്കൽ മാത്രം എഴുതി വെച്ചിരിക്കുന്ന ഒരു സന്ദേശം എന്തിനുണ്ട്? അവൻ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. വേറെ ഒരു മഹാന്മാരുടെ കല്ലറകളിലും അങ്ങനെ ഒരു വാക്കില്ല. അതുകൊണ്ട് ഞങ്ങൾ നിങ്ങളോട് വളരെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്ന് ജനിച്ചത്, മരിച്ചത്, ഉയർത്തെഴുന്നേറ്റത് പ്രിയപ്പെട്ടവരെ നമ്മുടെ പാപത്തിൽ നിന്ന് നമ്മെ രക്ഷിക്കുവാൻ, നമ്മുടെ മരണത്തിനപ്പുറമുള്ള ജീവിതം നമുക്ക് അനുഗ്രഹീതമാക്കി തീർക്കുവാൻ യേശു ക്രിസ്തു നമുക്ക് വേണ്ടി ഈ ലോകത്തിൽ വന്ന് ജീവൻ തന്നു. ഇനി എന്താണ് നാം ചെയ്യേണ്ടത്? നമ്മുടെ പാപത്തിന്റെ പരിഹാരം നമ്മുടെ കർമ്മങ്ങളിലൂടെയല്ല, നമ്മൾ കൊടുക്കുന്ന പണത്തിലൂടെയല്ല, പ്രിയപ്പെട്ടവരെ നമ്മൾ ചെയ്യുന്ന ആത്മീക കാര്യങ്ങളിലൂടെയല്ല. ഒരേ ഒരു കാര്യം, കാലം തികഞ്ഞു, ദൈവരാജ്യം സമീപിച്ചിരിക്കുകയായ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക. യേശു ക്രിസ്തു പ്രസംഗിച്ച ഒരേ കാര്യം അത് തന്നെയാണ്. കാലം തികഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, കാലം അതിന്റെ അന്ത്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. യുദ്ധങ്ങൾ ഉണ്ടാകുന്നു, ക്ഷാമം ഉണ്ടാകുന്നു, രോഗങ്ങൾ ഉണ്ടാകുന്നു, എല്ലാ അതിക്രമങ്ങളും പെരുകിയിരിക്കുന്നു. എന്താണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത്? ഈ ലോകം അവന്റെ അന്ത്യ കാലഘട്ടത്തിലാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? മരണത്തിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ, ശിക്ഷയിൽ നിന്ന് രക്ഷ പ്രാപിക്കാൻ, പാപത്തിൽ നിന്ന് വിടുതൽ ലഭിക്കുവാൻ, അതിന് പരിഹാരകനായി തീർന്ന കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ ആത്മാർത്ഥമായി സ്വീകരിക്കുവാൻ നിങ്ങൾ തയ്യാറാകുമോ? മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിക്കുക, ദൈവത്തെങ്കിലേക്ക് തിരിച്ചു വരിക, യേശു ക്രിസ്തുവിനെ ഹൃദയത്തിന്റെ ഉള്ളറയിൽ സ്വീകരിക്കുക, യേശുവിനായി നിങ്ങളുടെ ജീവിതം സമർപ്പിക്കുക. പ്രിയപ്പെട്ടവരെ, ഇതൊരു കഥയല്ല, ഇതൊരു വെറുതെ കേട്ടുകളയേണ്ട ഒരു സന്ദേശമല്ല ഈ സുവിശേഷം എന്ന് പറയുന്നത്. ഈ സുവിശേഷം ഒന്നുകിൽ നിങ്ങളെ രക്ഷിക്കും, അല്ലെങ്കിൽ നിങ്ങളെ ന്യായം വിധിക്കും. ഈ ലോക ജീവിതത്തിൽ മരണത്തിൽ നിന്നും പാപത്തിൽ നിന്നും രക്ഷിക്കുവാൻ കഴിയുന്ന ഒരേ ഒരു സന്ദേശം എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിന്റെ സുവിശേഷമാണ്. ഈ സുവിശേഷം നൽകുന്ന ഈ സമാധാനം നിങ്ങൾക്ക് ആവശ്യമുണ്ടോ? ഈ ലോകം തരുന്ന സമാധാനം അത് താൽക്കാലിക മാത്രമാണ്. മദ്യത്തിനും രോഗസുഖങ്ങൾക്ക് തരാൻ കഴിയുന്ന സമാധാനം അത് താൽക്കാലിക മാത്രമാണ്. എന്നാൽ എന്നേക്കുമുള്ള ഒരു സമാധാനം അത് യേശു ക്രിസ്തുവിനുള്ള വിശ്വാസത്താലാണ്. ഞങ്ങൾ പ്രസംഗിക്കുന്നത് അതിനെ കുറിച്ചാണ്. പ്രിയ സ്നേഹിതരെ, നിങ്ങൾക്കും ഈ രക്ഷകനെ ആവശ്യമുണ്ട്. ഞങ്ങൾ നിങ്ങളെ പോലെയുള്ള സമ മനുഷ്യർ തന്നെയാണ്. ഞങ്ങൾ വിവിധ ജോലികളിൽ പണികളിൽ ചെയ്ത് ജീവിക്കുന്നവർ തന്നെയാണ്. എന്നാൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഈ സുവിശേഷ സന്ദേശം കേൾക്കുവാനും യേശുവിനെ ഹൃദയത്തിൽ അംഗീകരിക്കുവാനും ഞങ്ങളുടെ പാപ ജീവിതത്തെ ഉപേക്ഷിക്കുവാനും ഞങ്ങൾക്ക് ഇടയായി തീർന്നു. അതുകൊണ്ടാണ് ഈ സുവിശേഷം നൽകുന്ന സ്വാതന്ത്ര്യത്തെക്കുറിച്ച് ഞങ്ങൾ നിങ്ങളോട് വളരെ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കുന്നത്. യേശു ക്രിസ്തു നിങ്ങളെ സ്നേഹിക്കുന്നു, ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു. പാപികളായ മനുഷ്യവർഗത്തിനു വേണ്ടി പ്രിയപ്പെട്ടവരെ, നമ്മുടെ അനുവാദമില്ലാതെ യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്ന് കാൽവരിയിലെ ക്രൂശിൽ ജീവൻ തന്ന്, ജീവൻ ബലി അർപ്പിച്ച്, രക്തം ചീറ്റി മരണം അനുഭവിച്ചത് എന്റെയും നിങ്ങളുടെയും പാപത്തിന്റെ പരിഹാരത്തിന് വേണ്ടിയാണ്. ഇനി എന്താണ് യേശു ചെയ്യേണ്ടത്? യേശുവിന് ചെയ്യാൻ കഴിയേണ്ടതെല്ലാം യേശു ചെയ്തു. ആ യേശു ക്രിസ്തുവിനെ സ്വീകരിച്ച് ദൈവവചനം അനുസരിച്ച് ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക് നിങ്ങൾ കടന്നു വരുമോ? അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതം ധന്യകരമായി തീരും. ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു.
സുവിശേഷം എന്ന് പറയുന്നത് നല്ല വിശേഷമാണ്. ജീവൻ നൽകുന്ന ഈ സന്ദേശം പോലെ ഒരു സന്ദേശം വേറെ ഏതാണുള്ളത്? ഒരേ ഒരു സന്ദേശം ഈ സുവിശേഷം മാത്രമാണ്. അതുകൊണ്ട് ഞങ്ങൾ ശ്രദ്ധിക്കുന്ന ബഹുമാന്യ സ്നേഹിതരെ, ഇത് തള്ളിക്കളയരുത്. ഈ സുവിശേഷം അത് യാഥാർത്ഥ്യമാണ്, ഇത് കെട്ടുകഥയല്ല. യേശു ക്രിസ്തു നമുക്ക് വേണ്ടി മരിച്ചുയർത്തെഴുന്നേറ്റ് രക്ഷയൊരുക്കിയിട്ട് അത് സ്വീകരിക്കാതെ പോയാൽ ഇനി വേറെ ഒരു രക്ഷാമാർഗമില്ല. അത് നിത്യ നരകത്തിലേക്ക് പോകേണ്ട വഴി മാത്രമാണ്. ആയതിനാൽ വളരെ സ്നേഹത്തോടെ കർത്താവായ യേശു ക്രിസ്തുവിനെ നിങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിച്ച് മാനസാന്തരപ്പെട്ട് പാപമോചനം പ്രാപിച്ച് യേശു ക്രിസ്തുവിന്റെ സാക്ഷികളായി ജീവിക്കുവാൻ നിങ്ങളേവരെയും സർവശക്തനായ ദൈവം ഇടയാക്കി തീർക്കട്ടെ എന്ന് വളരെ ആത്മാർത്ഥമായി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ സന്ദേശം ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.